കൂത്താട്ടുകുളം നഗരസഭയിൽ 24-ാം ഡിവിഷനിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന ബിജു മാത്യു തൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രദേശത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ 24-ാം വാർഡ് ഡിവിഷൻ, അതായത് ഇടയാർ ഈസ്റ്റ് വാർഡിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. 24-ാം ഡിവിഷനിൽ ഒരു സഞ്ചാരയോഗ്യമായ റോഡ് പോലും ഇല്ല എന്ന് പറയുന്നത് തികച്ചും ലജ്ജാകരമാണ്. വെണ്ടേക്കുന്ന് തുറപ്പാറ റോഡ് അതിൻ്റെ പണി പകുതിയായിട്ട് വർഷങ്ങളായി. വീണ്ടും ഒരു ചെള്ളക്കുഴിയായി കിടപ്പ് തുടങ്ങിയിട്ട് നാളുകളായി. അതുപോലെ വെട്ടിയപ്പറമ്പ് താഴം RPS തുറപ്പാറ റോഡ്, ആ റോഡിൻ്റെ ഏകദേശം ഒരു 50 മീറ്ററോളം ഇതായി കിടന്നിട്ട് വർഷങ്ങളായി. ചോദിക്കുമ്പോൾ പറയുന്നത് കോൺട്രാക്ട് മഴയാണ്, മഴ മാറിയപ്പോൾ പറയുന്നു കോൺട്രാക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ്. അതുപോലെ പുന്നക്കുളം കുളിക്കടവ് മോശമായി കിടപ്പ് തുടങ്ങിയിട്ട് നാളുകളായി. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ, വഴിവിളക്കുകളെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ പറയുന്നത് ഇലക്ട്രിക് സാധനങ്ങളല്ലേ, അതൊക്കെ ഡാമേജ് വരുമെന്നാണ്. നമുക്കറിയാം 80-100 രൂപയുള്ള ഒരു ബൾബ് മേടിച്ച് കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷം വരെ ഗ്യാരണ്ടി കിട്ടും. പക്ഷേ ഈ കഴിഞ്ഞ കാലയളവിൽ ഇട്ടിരിക്കുന്ന ബൾബുകൾ പിറ്റേന്ന് തന്നെ ഡാമേജായി പോയിട്ടുണ്ട്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ടെലിവിഷനാണ്. ടെലിവിഷൻ ചിഹ്നത്തിൽ എന്നെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു.